നിനക്കൊന്ന് കയറി തൊഴുതാലെന്താ? പിന്നെ വേറെ പണിയില്ല, ബാബു. കോഴിക്കോട്ട് ലഹരി വിൽപ്പനയ്ക്ക് കാരിയറായി ഉപയോഗിച്ച വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് ലഹരി മാഫിയയുടെ വധഭീഷണി. പെൺകുട്ടിയെ നിയന്ത്രിക്കാൻ തുടങ്ങിയതു മുതൽ ആരംഭിച്ച ഭീഷണി ഇപ്പോഴുമുണ്ടെന്ന് അമ്മ മനോരമ ന്യൂസിനോട് പറഞ്ഞു. അതിനിടെ ലഹരി കടത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാനാണ് പോലീസ്. ഹലോ മനു. ഹലോ സാർ. നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടേ. എങ്ങനെയാ, ജെന്യുവിനാണോ? അതെ, ജെന്യുവിനാണ്. അവര് സ്കൂൾ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കാണണം. ഓക്കെ സാർ.
ഹലോ, ഒന്ന് നിന്നേ. എന്തായാലും മൈൻഡില്ല പോന്നേ. ഹലോ, നിങ്ങളോടാ ചോദിച്ചേ. ഞങ്ങളെ കൊണ്ട് ഇനിയൊന്നും പറ്റത്തില്ല. ചേട്ടാ പറ്റില്ലേ? അതെന്താ നിനക്കൊന്നും പറ്റാത്തേ? പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഓ, അങ്ങനാണല്ലേ. ശരി, ഓക്കെ. പിന്നെ ഒരു കാര്യം, മറ്റേ വീഡിയോ ഞാൻ വൈറലാക്കും. ഏത് വീഡിയോ? ഹലോ സാർ, ആള് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതെ, അന്വേഷണത്തിൻ്റെ ഭാഗമായി നാളെ പെൺകുട്ടികളുടെ വീട്ടിൽ ചെന്ന് തെളിവെടുപ്പ് നടത്തണം. ഇന്നിപ്പം നേരെ ഒരുപാട് വൈകിയില്ലേ. അതിലെ ഒരു പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് നമ്മളെ വിവരം ഇൻഫോം ചെയ്തത്. കേസിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഇന്നസെൻ്റാണ്, പക്ഷെ അവരെ മാറ്റി നിർത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ് സാർ. അതാണ്. ഓക്കെ സാർ, ഓക്കെ, ഗുഡ് നൈറ്റ്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്റെ പ്രിയ സന്താനമേ, ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ അച്ഛനാണ്. എന്റെ നാമം പരമാത്മാ ശിവൻ എന്നാണ്. എൻ്റെ അച്ഛനോ? എൻ്റെ അച്ഛൻ്റെ പേര് മാധവൻ എന്നാണ്. അത് നിന്റെ ഭൗതിക അച്ഛൻ മാത്രമാണ്. അതായത് നിന്റെ ശരീരത്തിന്റെ അച്ഛൻ. ശരിയാണ്, അത് മാധവൻ തന്നെ. എന്നാൽ നിന്റെ വാസ്തവിക രൂപത്തിന്റെ അച്ഛൻ ഞാൻ മാത്രമാണ്. അങ്ങനെ നോക്കിയാൽ മാധവന്റെയും അച്ഛൻ ഞാൻ തന്നെ, എല്ലാവരുടെയും അച്ഛൻ ഞാൻ തന്നെ. ശരീരം തന്നെയല്ലേ ഞാൻ? അപ്പോഴെൻ്റെ വാസ്തവിക രൂപം ഏതാണ്? നീ ആത്മസ്വരൂപിയാണ്, ആത്മാവാണ്, പരമാത്മാവായ എന്റെ സന്താനമാണ്. ഞാൻ ഹരിദാസാണ്. ഹരിദാസ് എന്നത് നിന്റെ ഈ ശരീരത്തിന്റെ പേരാണ്. നീ ശരീരമല്ല, ശരീരത്തെ നീ വസ്ത്രമായി സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാം ശരിയാണ്, പക്ഷെ അങ്ങ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രകാശം മാത്രം. എന്റെ രൂപം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ലൈറ്റ് എന്ന് എന്റെ ക്രിസ്ത്യൻ കുട്ടികളും നൂർ ഇലാഹി എന്ന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളും എന്നെ വിളിക്കുന്നത്. കേവലം എന്റെ മാത്രമല്ല, നിന്റെയും രൂപം പ്രകാശമാണ്. എന്നാൽ നീ ഈ കർമ്മക്ഷേത്രമായ ഭൂമിയിൽ വന്ന് ദേഹം സ്വീകരിച്ച് നിന്റെ ഭാഗം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ദേഹധാരിയായി ജനിക്കുന്നില്ല. ശരി, അങ്ങ് പരമാത്മാവാണ്, ശിവനാണ്. ഞാൻ ആത്മാവാണ്. അങ്ങ് എൻ്റെ അച്ഛനാണ്. എങ്കിൽ എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. ശരി, ചോദിച്ചോളൂ. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. ലോകം വളരെ മാറിപ്പോയിരിക്കുന്നു.
കൊച്ചുകുട്ടികൾ പോലും ലഹരി കടിമകളായി ജീവിക്കുന്നു. ലഹരി തലയ്ക്ക് പിടിച്ച് ഉറ്റവരെയും ഉടയവരെയും അതിക്രൂരമായി കൊന്നൊടുക്കുന്നു. ചിലർ കുട്ടികളെ പാട്ടിലാക്കി ലഹരിയുടെ ക്യാരിയറായി ഉപയോഗിക്കുന്നു. ഇത്തരം കാഴ്ചകൾ കണ്ടും കേട്ടും മടുത്തു ഭഗവാനെ. ജോലി തന്നെ രാജിവെച്ചാലോ എന്നാലോചിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ ലോകത്തിന്റെ പോക്ക് കണ്ട് നീ ആകുലപ്പെടേണ്ടതില്ല. അത് ഈ സമയത്തിന്റെ പ്രത്യേകതയാണ്. ഇത് അതിഘോരമായ കലിയുഗമാണ്. എല്ലാവരിലും കലി നിറഞ്ഞിരിക്കുകയാണ്. പോകെ പോകെ സാഹചര്യങ്ങൾ ഇതിലും കൂടുതൽ സങ്കീർണമാകുന്നതായിരിക്കും. ഇത് റിഹേഴ്സൽ മാത്രമാണ്. എല്ലാ ധർമ്മങ്ങളും നിഷ്ക്രിയമാകും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. പ്രകൃതിക്ഷോഭങ്ങൾ, മഹായുദ്ധങ്ങൾ, എല്ലാത്തിനും നിങ്ങൾ സാക്ഷിയാകേണ്ടി വരും. അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ശരീരം തളരുന്നു ഭഗവാനെ. ഞാനിതെങ്ങനെ ഫേസ് ചെയ്യും? കുട്ടി, നീ ബലിഭ്രമിക്കേണ്ട. തീർച്ചയായും നിനക്കിതിനെ മറികടക്കാൻ കഴിയും. അതിനുള്ള വഴി പറഞ്ഞു തരാനാണ് നിരാകാരനായ ഞാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ആണോ? എന്താണ് മാർഗം? രാജയോഗ ധ്യാനം. രാജയോഗ ധ്യാനത്തിലൂടെ എന്നെ സ്നേഹപൂർവം നിരന്തരം സ്മരിക്കുക. അതിലൂടെ നിന്നിൽ ഗുണങ്ങളും ശക്തികളും നിറയും. രാജയോഗം വിധിപൂർവം അഭ്യസിച്ച എല്ലാത്തരം ദുർബലതകളും ആസക്തികളും മനോവൈകല്യങ്ങളും മാറി മനോനിയന്ത്രണം കൈവരും. ലഹരി ഉപയോഗത്തിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്നവർക്കും രാജയോഗ മറുമരുന്നായി പ്രവർത്തിക്കും. മനസ്സിലായി. ഒരു കാര്യം കൂടി അങ്ങോട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. കഴിഞ്ഞ ദിവസം 2 പെൺകുട്ടികളെയും ഒരു പയ്യനെയും കൂടി ലഹരിയുമായി പിടിച്ചു. അയാൾ കുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ക്യാരിയറായി ഉപയോഗിക്കുകയായിരുന്നു ഇതുവരെ. കുട്ടികൾ ശരിക്കും നിരപരാധികളാണ്. ആ 2 പെൺകുട്ടികളെ കേസിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ടോ? നിന്റെ ജോലിയിൽ കൃത്യമായതും ധാർമ്മികമായതുമായ തീരുമാനങ്ങൾ എടുക്കാൻ നീ പ്രാപ്തനാണ്. യുക്തിപൂർവം തീരുമാനങ്ങൾ എടുക്കുക. ഒരു കാര്യം മറക്കരുത്, ഒരു നിരപരാധി പോലും നിന്റെ പിഴവ് കൊണ്ട് ശിക്ഷിക്കപ്പെടരുത്. അത്രമാത്രമാണ്. എന്താ ഇപ്പം ഇങ്ങനൊരു സ്വപ്നം? ശരിയാണ്, കുട്ടികൾ നിരപരാധികളാണ്. അവരെ ഒഴിവാക്കണം. വഴിയിൽ വെച്ച് ആരെന്ത് തന്നാലും നിങ്ങളത് വാങ്ങിക്കരുത്. ഇത് നിങ്ങളുടെ രക്ഷകർത്താക്കളാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഒരു തവണ ചെയ്താൽ അത് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും വീണ്ടും കുട്ടികളെ അവർ ഉപയോഗിക്കും. പെൺകുട്ടികളെയാണ് അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ. നമ്മുടെ സ്കൂൾ കോളേജുകളിൽ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അവരിൽ പലരും ലഹരി കടിമകളാണ്. എന്നാൽ ഇവരിത് ഉപയോഗിച്ച് തുടങ്ങിയില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം. ഞങ്ങൾ അറ്റൻഡ് ചെയ്ത പല കേസുകളിലും കുട്ടികളുടെ സ്ഥിതി വളരെ വഷളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ രക്ഷാകർത്താക്കൾ കുട്ടികളെ കാര്യമായി നിരീക്ഷിക്കുക. അവരുമായി പരസ്പരം ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക. ഇനി വരുന്ന തലമുറയെ മൂല്യബോധമുള്ളവരായി വളർത്തിയെടുക്കാൻ അവരെ മിനിമം സ്വബോധമുള്ളവരായെങ്കിലും നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്.